കപ്പെടുത്തതിന്റെ ഒരു ഇതെങ്ങനെയാ എക്സൈറ്റ്മെന്റ് ആണോ? എനിക്കോ? ഞാൻ എക്സൈറ്റ് ആവുന്നത് കപ്പെടുക്കുമ്പോ എനിക്ക് എങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ജിൻഡപ്പൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സീസൺ 4 ശേഷമാണ് ഇത്രയും ആൾക്കാരെ ഞാൻ കാണുന്നത് കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. സീസൺ 5 അകൽമാരാറ് വന്നപ്പം പോലും ഇത്ര ആൾക്കാരില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അകൽമാരാറ് വരുന്ന സമയത്ത് അന്ന് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ പോലും സീസൺ 4 ശേഷം ഇപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ആൾക്കാരെ കാണുന്നത്. എന്തായാലും ജിൻഡോയ്ക്ക് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഈ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഈ ബിഗ് ബോസിൽ പോയിട്ട് വരുമ്പം ഈ എയർപോർട്ടിൽ ആൾക്കാർ വരുന്നതെന്ന് സംഭവം എന്ന് പറഞ്ഞാൽ ഈ സീസൺ 2 തൊട്ടേ തുടങ്ങിയത്. നമ്മൾ റീസാറിൻ്റെ കാര്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല, കൊറോണ സമയത്ത് വരെ ആൾക്കാർ ഭയങ്കരമായിരുന്നു. എന്തായാലും ജിൻഡപ്പനെ അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ജിൻഡപ്പ എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എയർപോർട്ടിലെ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിവേ ജിൻഡോ ഭയങ്കര ഡിസേർവിംഗ് ആണ്, വേറെ ഒന്നും പറയാനില്ല. ഞാൻ എൻ്റെ വീഡിയോ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ജിൻഡോ കപ്പടിച്ചതിനകത്ത് കുറേ പേർക്ക് നല്ല ചൊറിച്ചിലുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെ പേഴ്സണലി അവർക്ക് ആർക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതിൻ്റെ മെയിൻ എക്സാമ്പിൾ ഞാൻ ഒരാളെ കാണിക്കാം. നമുക്ക് ആളുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ജിൻഡോ കപ്പെടുത്തതിന്റെ ഒരു ഇതെങ്ങനെയാ എക്സൈറ്റ്മെന്റ് ആണോ? എനിക്കോ? ഞാൻ എക്സൈറ്റ് ആവുന്നത് കപ്പെടുക്കുമ്പോ എനിക്ക് എങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അങ്ങനെ എനിക്ക് എക്സൈറ്റ്മെന്റ് അല്ല, പ്രതീക്ഷയായിരുന്നോ കപ്പെടുക്കുന്നുള്ളതാണ്? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മള് പുറത്തോട്ട് ഇറങ്ങിയല്ലോ. ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്ക് കപ്പ് കിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു കയറിയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിരുന്ന അർജുന്റെ കൂടെയാണ്. കാരണം ഞങ്ങൾ തമ്മിൽ അത്ര സൗഹൃദവും ആ ഒരു ഞാൻ ബ്രദർ ഫീൽ ഉള്ളതുകൊണ്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് എക്സൈറ്റഡ് ആവുന്നത്. കാരണം സിജോയ്ക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. അത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. സിജോ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവേണ്ട കാര്യമില്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. സിജോ എന്ന് പറയുന്ന ഒരാള് ഇതിനകത്ത് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അത് മാത്രമല്ല, ശരിക്കും ഇതിനകത്ത് സിജോ പറയേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് വളരെ നല്ല കാര്യമാണ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്, കാര്യം നല്ല ഡിസേർവിംഗ് ആണ്, തുടക്കം തൊട്ട് നല്ല രീതിയിൽ വന്നതാന്നുള്ളൊരു കാര്യം സിജോയ്ക്ക് പറയാമായിരുന്നു. പക്ഷെ സിജോ അത് അങ്ങനെ പറഞ്ഞില്ല. സിജോ ഈ ഒരു രീതിയിൽ പറഞ്ഞപ്പം പേഴ്സണലി അത് ആർക്കും അങ്ങോട്ട് വലുത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഈ സിജോയുടെയും ഈ പറയുന്ന സായിയുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നോക്കിയാൽ മതി. ഈ ഫുൾ ടൈം അർജുൻ്റെ ഒക്കെ കൂടാണ് അവർ ഇതിനിറങ്ങിയതിന് ശേഷം. അവർക്ക് പേഴ്സണലി അർജുൻ ജയിക്കണമെന്ന് ആയിരുന്നു ആഗ്രഹം എന്ന് നമുക്ക് ആ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് അഭിഷേക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അതായത് ജിൻഡോ ജയിച്ചതിനെ പറ്റി. അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം. അദ്ദേഹം അർഹിക്കുന്ന വിജയം തന്നെയാണ്. അദ്ദേഹം നല്ലോണം ഗെയിം പഠിച്ച് വന്ന് സാഹചര്യത്തിനനുസരിച്ച് ഗെയിം കറക്റ്റായിട്ട് കളിച്ചു, അദ്ദേഹം നേടി. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്തത്. അങ്ങനെ പുള്ളിക്കാരൻ അത് നേടിയെടുത്തു. അർഹിക്കുന്ന വിജയം തന്നെയാണ്, കുഴപ്പമില്ല. ജാസ്മിൻ 3ാം സ്ഥാനത്ത് എത്തേണ്ട ആൾ തന്നെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഫസ്റ്റ് ആർക്ക് സെക്കൻഡ് ഇവർക്ക് കിട്ടി, അതെന്തിനും അങ്ങനെ കിട്ടി, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നമ്മൾ സെൽഫിഷ് ആവുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നും. വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് പ്രഷർ കയറി നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സും കൂട്ടി വെറുതെ നമ്മളെന്തിനാണ് വെറുതെ വയ്യാണ്ടാവുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി, ഓക്കെ ഗുഡ്, ബാക്കിയുള്ളവർ കിട്ടിയതെങ്കിൽ കിട്ടി, സന്തോഷം. ഞാൻ ഇങ്ങനെയാണ് ശരിക്കും കൊടുക്കേണ്ട റിപ്ലൈ. അത് വളരെ കിടിലമായിട്ട് തന്നെ അഭിഷേക് പറഞ്ഞു കേട്ടോ. കാര്യം പുള്ളിക്കാരൻ അത് ഡിസേർവിംഗ് ആണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് അല്ലാതെ ഈ പറയുന്ന വേറെ കുറേ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ പറയുന്ന റസ്മിൻ, അപ്സര, ഇവരൊക്കെ വന്നിട്ട് ജിൻഡോയ്ക്ക് കിട്ടിയെന്ന് അറിയുമ്പോഴേ അവരുടെയൊക്കെ ഉള്ളിൽ ഒരു കാരണവശാലും ഇത് പിടിക്കുന്നില്ല. അത് മാത്രമല്ല, അവർ ഈ ഇന്റർവ്യൂവിനകത്തൊക്കെ വന്ന് എന്തൊക്കെയായിരുന്നു വന്നിരുന്നത് ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത്. അതായത് ജിൻഡോ മൊത്തം അങ്ങ് കാണിക്കുന്നത് ശരിയല്ല, അതാണ് മറ്റേതാ മറിച്ചാന്ന്. എടേ, ബിഗ് ബോസിൽ പോകുന്നത് എന്താണ്? ഗെയിം കളിക്കാനാണ്, കുടുംബം നന്നാക്കാനല്ല പോണത്. അത് ആദ്യമേ മനസ്സിലാക്കുക. കാര്യം ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തു, അത് മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുന്നു. എടേ, നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസ് ഷോയിൽ പോകുന്നത്? പിന്നെ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതിനകത്ത് ഉള്ളതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഗെയിമിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ പലതും ചെയ്യുമായിരിക്കും, അത് അവരുടെ സ്ട്രാറ്റജി ആയിരിക്കും, അത് അവർ ഏത് മാർഗത്തിൽ അതിൻ്റെ ലക്ഷ്യം കാണുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ ചെന്നിട്ട് ഭയങ്കര ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഞാൻ വളരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നല്ല രീതിയിലേ പോകത്തുള്ളൂ, ഇതൊന്നും ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര മോശമായിട്ടൊന്നും ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കഴിവതും ബിഗ് ബോസിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് വന്നിറങ്ങിയിട്ട് ഇങ്ങനെയുള്ള ഡയലോഗുകളും കുറേ ഇൻ്റർവ്യൂലും കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത കുറേ എണ്ണം. എന്തായാലും ജിൻഡോയ്ക്ക് അത്യാവശ്യം നല്ല സ്വീകരണം തന്നെയായിരുന്നു എയർപോർട്ടിൽ. വളരെ സന്തോഷമുണ്ട്. കാര്യം പുള്ളിക്കാരൻ പുള്ളിയുടെ ഫാമിലിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്.
എന്തായാലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെ ഈ ഒരു സീസൺ 6 ജയിച്ചതിൽ വളരെ സന്തോഷം. ഇനി അങ്ങോട്ട് ഈ ഒരു സീസൺ 6 തീരുമോ എന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. ഇതൊരു തുടക്കം മാത്രമായിട്ടാണ് തോന്നുന്നത്. ഇനിയും പല കാര്യങ്ങൾ ചിലപ്പം വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പല വിഷയങ്ങളിൽ നല്ല രീതിയിൽ വന്ന് സംസാരിക്കേണ്ടി വരുമെന്ന് എനിക്ക് നല്ല രീതിയിൽ നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യം കത്തി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.